എല്ലാവർക്കും നമസ്കാരം. ആസ്ട്രോ തോട്ട്സ് ബൈ അനിത രഘുനാഥ് എന്ന എൻ്റെ വീഡിയോ ചാനലിലേക്ക് സ്വാഗതം. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നിവയാണ് പുരുഷാർത്ഥങ്ങൾ. ധാർമ്മിക നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് ധനം സമ്പാദിച്ച് ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ച് മോക്ഷം പ്രാപിക്കുക എന്നതാണ് പുരുഷാർത്ഥം കൊണ്ട് ലക്ഷ്യമിടുന്നത്. പലപ്പോഴും മനുഷ്യൻ ധർമ്മത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് അർത്ഥകാമ സമ്പൂർത്തിയാണ് ലക്ഷ്യമെന്ന രീതിയിൽ ജീവിക്കുന്നു. ധർമാർത്ഥകാമങ്ങൾ നേടിയെടുക്കുവാനും അതുവഴി മോക്ഷപ്രാപ്തിക്കും ആവശ്യമായ വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുവാൻ കഴിവുള്ള ഗ്രന്ഥമാണ് രാമായണം. അതിനാൽ തന്നെയാണ് നമ്മുടെ പൂർവികർ രാമായണ പാരായണത്തിന് ഇത്ര പ്രാധാന്യം കൽപ്പിക്കുന്നത്. ഒരുപാട് മാനവജീവിതത്തിന് ഉപകരിക്കുന്ന ഒരുപാട് നല്ല നല്ല സന്ദേശങ്ങൾ രാമായണത്തിലൂടെ നമുക്ക് ഗ്രഹിക്കാം. ഇതിൽ ഏറ്റവും ഉത്തമമായ ഒരു സന്ദേശമാണ് വിശ്രവസിൻ്റെയും അദ്ദേഹത്തിൻ്റെ മക്കളായ രാവണൻ്റെയും സഹോദരങ്ങളുടെയും കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കാവുന്നത്. രാവണനും അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരും വിഭിന്ന വ്യക്തിത്വങ്ങളുള്ളവരാണ്. ഇത് എങ്ങനെയുണ്ടായി എന്നുള്ളത് നമുക്ക് വിലപിടിച്ച ഒരു പാഠമായിട്ട് തന്നെ രാമായണത്തിലൂടെ ലഭിക്കുന്നു. അതായത് മാതൃത്വത്തിൻ്റെ ശക്തി, മാതൃത്വത്തിൻ്റെ മഹിമ വെളിപ്പെടുന്നതാണ് ഇങ്ങനെ രാവണൻ്റെയും അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരുടെയും ജനനം കൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. എങ്ങനെയാണെന്ന് പറയാം. രാവണൻ്റെ ഒരു പാരമ്പര്യത്തെ പറ്റി ചിന്തിക്കുകയാണെങ്കിൽ സപ്തർഷികളിൽ പ്രധാനിയായ പുലസ്ത്യനിൽ നിന്ന് തുടങ്ങണം. ഇദ്ദേഹം മഹാമേരു പർവ്വതത്തിൽ തപസ്സനുഷ്ഠിക്കുമ്പോൾ ശാന്തസുന്ദരവും പ്രകൃതി രമണീയവുമായ ഇവിടെ അപ്സരസുകളുടെയും ദേവസുന്ദരികളുടെയും കേളീരംഗമായിരുന്നു. പകൽ ഭേദമില്ലാതെ പാട്ടും നൃത്തവും കളിയും ചിരിയും. പുലസ്ത്യത്തിൻ്റെ തപസ്സിന് ഇത് ഭംഗം സൃഷ്ടിച്ചു. ഉഗ്രകോപത്തോടെ അദ്ദേഹം ശപിച്ചു, ഇനിമേലിൽ ഏതെങ്കിലും സ്ത്രീ അദ്ദേഹത്തിൻ്റെ ദൃഷ്ടിയിൽപ്പെട്ടാൽ അപ്പോൾ തന്നെ അവൾ ഗർഭവതിയായി തീരട്ടെ എന്ന്. മഹർഷിയുടെ ശാപവാക്കുകൾ കേൾക്കേണ്ട താമസം സുന്ദരിമാർ പറന്നു. വിവരം കേട്ടറിഞ്ഞ സ്ത്രീകൾ ആരും പിന്നീട് ആശ്രമ പരിസരത്ത് പോലും ചെല്ലാൻ ധൈര്യപ്പെട്ടില്ല. അങ്ങനെയിരിക്കെ തൃണബിന്ദു എന്ന രാജർഷിയുടെ മകൾ ഹവിർബുക്ക് ഒരിക്കൽ കൂട്ടുവിട്ട് ചെന്ന് കയറിയത് ഈ ആശ്രമത്തിലേക്കാണ്. വേദോച്ചാരണത്തിൻ്റെ മധുരനാദം ഒഴുകി വരുന്നത് കണ്ട് അവൾ ചെവിയോർത്തു. വല്ലാത്തൊരു അനുഭൂതി. തരളിതമായ അവൾ ആശ്രമത്തിലേക്ക് എത്തി നോക്കി. വേദം ഉരുവിട്ട് ഏകാഗ്രതയോടെ ഇരിക്കുകയായിരുന്ന പുലസ്ത്യ മഹർഷി പാദപതനം കേട്ട് കണ്ണു തുറന്നു. അദ്ദേഹത്തിൻ്റെ തീക്ഷ്ണമായ നോട്ടം അവളിൽ പതിഞ്ഞു. അവൾക്കൊന്നും ചോദിക്കാനോ പറയാനോ ഒന്നുമുള്ള സമയമുണ്ടായിരുന്നില്ല. ശരീരത്തിൽ പെട്ടെന്ന് എന്തോ ചില മാറ്റങ്ങൾ സംഭവിക്കുന്നത് പോലെ തോന്നി. അവൾ തിരിഞ്ഞോടി വീട്ടിലെത്തി. തൃണബന്ധു അവളുടെ വിവശതയും വീർത്ത വയറും കണ്ട് പരിഭ്രമിച്ചു. മകൾ സംഭവിച്ചതെല്ലാം അച്ഛനോട് പറഞ്ഞു. സത്യം മനസ്സിലാക്കിയ അദ്ദേഹം പുലസ്ത്യാശ്രമത്തിലേക്ക് ചെന്നു. അദ്ദേഹത്തിൻ്റെ മകളെ അങ്ങ് കന്യാദാനമായി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. തപസ്സിൻ്റെ തീവ്രതയിൽ കഴിയുന്ന പുലസ്ത്യ മഹർഷിയെ ശുശ്രൂഷിക്കാൻ തൻ്റെ മകൾക്ക് കഴിയും എന്നും അദ്ദേഹം പറയുകയുണ്ടായി. അങ്ങനെ ഹവിർബുക്ക് പുലസ്ത്യ മഹർഷിയുടെ പത്നിയായി. അവൾ പിന്നീട് ഒരു ഉണ്ണിയെ പ്രസവിച്ചു. വേദശ്രവണത്തിലൂടെ ഗർഭം ധരിച്ച് പിറന്നതാകയാൽ ആ കുഞ്ഞിന് വിശ്രവസ് എന്ന് പേരിട്ടു. വിശ്രവസ് പിതാവിനെ പോലെ മഹാസ്വാത്വികനും ത്വാപസിയുമായി വളർന്നു. അദ്ദേഹത്തിൻ്റെ കീർത്തി നാടെങ്ങും വ്യാപിച്ചു. വിശ്രവസിനെക്കുറിച്ച് കേട്ട ഭരദ്വാജ മഹർഷിക്ക് തൻ്റെ മകൾ ദേവവർണ്ണിനിയെ ഇളബിള എന്നു പേരുള്ള ദേവവർണ്ണിനിയെ വിശ്രവസിന് വിവാഹം ചെയ്തു കൊടുക്കുവാൻ തീരുമാനിച്ചു. മഹർഷിയുടെ ആഗ്രഹപ്രകാരം വിശ്രവസ് ദേവവർണ്ണിനിയെ വിവാഹം കഴിച്ചു. വിശ്രവസിന് ദേവവർണ്ണിനിയിലുണ്ടായ മകനാണ് വൈശ്രവണൻ അഥവാ കുബേരൻ. മഹാസ്വാത്വികനായിരുന്നു കുബേരൻ. വൈശ്രവണൻ്റെ ആസ്ഥാനം ത്രികുടപർവ്വതത്തിന് മുകളിലുള്ള ലങ്കാനഗരമായിരുന്നു. വിശ്വകർമാവിനാൽ ദക്ഷിണ സമുദ്രത്തിൽ നിർമ്മിച്ച ആ നഗരത്തിൽ രാക്ഷസന്മാരായിരുന്നു താമസം. എന്നാൽ മാല്യവാനും സുമാലിയും ഉൾപ്പെടെയുള്ള ഈ രാക്ഷസപ്പടയെ വിഷ്ണു രസാതലത്തിലേക്ക് ഓടിച്ചു. വൈശ്രവണൻ്റെ കയ്യിലായ ലങ്കാനഗരം വീണ്ടും സ്വന്തമാക്കാൻ സുമാലി ഒരു പദ്ധതി ആലോചിച്ചു. മകൾ കൈകസിയെ വിശ്രവസ് മഹർഷിയുടെ അടുത്തേക്ക് അയച്ച് കരുത്തരായ പേരക്കിടാങ്ങളെ നേടുക എന്നത്. കൈകസി അച്ഛൻ്റെ നിർദ്ദേശപ്രകാരം വിശ്രവസിൻ്റെ അടുത്തെത്തി ശുശ്രൂഷ തുടങ്ങി. ക്രമേണ കാമാഭ്യർത്ഥനയും നടത്തി. സൽപുത്രന്മാരെ ലഭിക്കാൻ പറ്റിയ സമയമല്ല എന്ന് മഹർഷി കൈകസിയോട് പറഞ്ഞു. പക്ഷേ അവളുടെ ശാഠ്യത്തിനും കാമചാത്ബല്യങ്ങൾക്കും മുന്നിൽ അദ്ദേഹത്തിന് വഴങ്ങേണ്ടി വന്നു. അങ്ങനെ ഉണ്ടായ മക്കളാണ് രാവണനും കുംഭകർണനും. ശൂർപ്പണഖയും ഖരഭൂഷണ തൃശസ്സുകളും ഉണ്ടായത് രാഗ എന്ന രാക്ഷസ സ്ത്രീയിലാണ്.
വിശ്രവസിന് മാലിനി എന്ന സ്ത്രീയിലുണ്ടായതാണ് വിഭീഷണൻ. മാലിനി സാത്വിക സ്ത്രീയായിരുന്നു. ഇവർ വ്രതനിഷ്ഠയോടെ മഹർഷിയെ സന്തോഷിപ്പിക്കുകയും ചെയ്തിരുന്നു. അതിനാലാണ് വിഭീഷണൻ സൗമ്യനും ധർമ്മിഷ്ഠനും വിഷ്ണുഭക്തനുമായി തീർന്നത്. തപസ്സിൻ്റെ ഫലമായി ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അദ്ദേഹം ചോദിച്ച വരം ധർമ്മനിഷ്ഠയും ഭക്തിയുമായിരുന്നു അത്രേ. വിശ്രവസ് രാമപക്ഷത്തിനും രാവണപക്ഷത്തിനും മധ്യേയും ദേവപക്ഷത്തിനും രാക്ഷസപക്ഷത്തിനും മധ്യേയും നിൽക്കുന്ന മഹർഷിയാണ്. നല്ല കുലത്തിൽ പിറന്ന നല്ല മനുഷ്യർ നല്ല സമയത്ത് ഒത്തുചേരുമ്പോൾ ലോകത്തിന് നല്ല ഫലങ്ങൾ ലഭിക്കും. ദുഷ്ടകുലജാതർ ദുഷ്ടലക്ഷ്യത്തോടെ സമീപിക്കുമ്പോൾ ദുഷ്ടഫലങ്ങൾ ഉണ്ടാകുമെന്നതിന് ഉത്തമ ഉദാഹരണമാണ് വിശ്രവസിൻ്റെ കഥ. വേദം ശ്രവിച്ച ബ്രഹ്മർഷിയായ വിശ്രവസിൻ്റെ മക്കൾ ജന്മം കൊണ്ട് യഥാർത്ഥത്തിൽ ബ്രാഹ്മണരാണ്. പക്ഷേ കർമ്മം കൊണ്ടവർ രാക്ഷസരായി തീർന്നു. ഗർഭപാത്രത്തിൻ്റെ ശക്തിയാണ് ഇവിടെ പ്രബലമായത്. അപ്പോൾ സത്പ്രവൃത്തിയും സത്ചിന്തകളും ഒരു ഉത്തമ പാരമ്പര്യം നിലനിർത്തുവാൻ ആവശ്യമാണ് എന്നുള്ളത് മനസ്സിലാക്കാമല്ലോ. എല്ലാവർക്കും ശ്രീരാമസ്വാമിയുടെ അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ. എൻ്റെ വീഡിയോ ഏവർക്കും ഇഷ്ടമാകുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്ക് എൻ്റെ വാട്സാപ്പിൽ ബന്ധപ്പെടാവുന്നതാണ്. നന്ദി, നമസ്കാരം.